പഠിക്കാൻ പോകുന്നത് ജീസസിന്റെ മിറക്കിൾസിന്റെ ഹൗ ജീസസ് മീറ്റ്സ് എ ബ്ലൈൻഡ് മാൻ. നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. കർത്താവെ നന്ദി യേശുവെ. ഇന്ന് ഞങ്ങൾക്ക് കർത്താവെ എല്ലാവരെയും കർത്താവെ ഇത് വന്നു ചേരുവാൻ തന്നതിനായി നന്ദി കർത്താവെ. ഇത് കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇത് കേൾക്കുന്നവരുടെ ഓരോ കുഞ്ഞുങ്ങളുടെയും കർത്താവ് സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് മാറ്റി കർത്താവ് ദ ലൈറ്റ് ഓഫ് ജീസസ് കർത്താവ് ഒരു ഹൃദയത്തിലേക്ക് ചെല്ലുവാൻ തക്കൊണ്ട് ഇടയാക്കുന്നു. ഒരു ജീവിതത്തിൽ തന്നെ ഒരു വ്യത്യാസം കർത്താവ് നീ വരുത്തുന്നതിനായി നന്ദി. നല്ല നിലത്ത് വീണ വിത്ത് പോലെ കർത്താവ് അവരുടെ ജീവിതത്തിൽ കർത്താവ് വചനങ്ങൾ കർത്താവ് അനേകർക്ക് കർത്താവ് അതുകൊണ്ട് ഒരു അനുഗ്രഹമാകുവാൻ തക്കൊണ്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് താങ്ക് യു ജീസസ്. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജീസസ് മീറ്റ്സ് എ ബ്ലൈൻഡ് മാൻ. ഇതിന്റെ ബൈബിൾ പാസേജ് ജോൺ 9:1-38 ആണ്. ഇതിൽ നമ്മൾ കാണുന്നത് ഹൗ ജീസസ് മീറ്റ്സ് എ ബ്ലൈൻഡ് മാൻ ആൻഡ് ഹീൽസ് ഹിം. ഇതിൽ വേറൊരു കാര്യം കൂടെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ കംപ്ലീറ്റ് ചാപ്റ്ററിലുള്ളത് in this chapter we can also see that how people do not believe or follow Jesus and become spiritually blind. The Pharisees were very strict about the following the day of Sabbath and making it holy. They had many rules and regulations which was impossible for a common man to follow. ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ സാബത്ത് എന്ന് പറയുന്ന ഒരു ദിവസത്തിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഹോളി ആയിട്ട് കൺസിഡർ ചെയ്യാൻ. അത് സാധാരണ ഒരു മനുഷ്യന് അല്ലെ സാധാരണ ഒരു കോമൺ മാനിന് ഫോളോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അവരുടെ റൂൾ അവരുടെ സിസ്റ്റം പ്രകാരം ഇഫ് എനി പേഴ്സൺ ഡു നോട്ട് ഫോളോ ദിസ് റൂൾസ് ഓർ റെഗുലേഷൻസ് were just thrown out of the synagogue or even they would stone the people to death who do not follow these rules. അവരെ ആ പള്ളിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു രീതിയായിരുന്നു അവരുടെ അന്ന് നിലവിലുണ്ടായിരുന്നത്. ഇൻ ദിസ് പാസേജ് വി സീ നമ്മൾ ആദ്യം മുതൽ വായിക്കുമ്പോൾ വി സീ ദാറ്റ് ജീസസ് മീറ്റ്സ് എ ബ്ലൈൻഡ് മാൻ ഹു വാസ് ബോൺ ബ്ലൈൻഡ് ആൻഡ് ഹീൽസ് ഹിം. ഹി വാസ് ഓൾസോ എ ബെഗർ. ഈ വ്യക്തിനെ കാണുമ്പം when Jesus disciples ask him, why is this man blind? Is this because of his own sins or the sins of his parents? എന്തുകൊണ്ടാണ് ഈ വ്യക്തി, അതായത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് നമ്മൾ എന്ത് രോഗവും പാപത്തിന്റെ ഫലം കൊണ്ടാണെന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ബ്ലൈൻഡ് ആയത്? ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് ഹിസ് ഓൺ സിൻസ്, അവന്റെ തന്നെ പാപം കൊണ്ടാണോ അതോ അവന്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടാണോ എന്നാണ് ശിഷ്യന്മാര് ചോദിക്കുന്നത്. പക്ഷെ യേശു അതിന്റെ മറുപടി പറയുന്നത്, ജീസസ് ആൻസേർഡ് that this man was blind so that God's power would be displayed in him. യേശുവിന്റെ ശക്തി അല്ലെങ്കിൽ യേശു ആരാണെന്നുള്ളത് അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ് അവൻ ബ്ലൈൻഡ് ആയിരിക്കുന്നത്. It's not because he did not do any sin in his life or his parents have not done any sin in his life, but it's because for God's power it might be displayed in his life. And also Jesus said one more thing, while I am in the world, I am the light of the world. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. അത് കഴിഞ്ഞ് യേശു എന്താ ചെയ്തത്? ഹി ദെൻ സ്പാറ്റ് ഓൺ ദ ഗ്രൗണ്ട്. അവൻ നിലത്ത് തുപ്പി. ആൻഡ് ഹി മേഡ് എ ക്ലേ ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് പുട്ട് ഓൺ ദ ബ്ലൈൻഡ് മാൻസ് ഐസ്. അവന്റെ കണ്ണുകളിൽ ആ തുപ്പല് കൊണ്ട് കുഴച്ച മണ്ണ് അവന്റെ കണ്ണുകളിൽ പുരട്ടി. എന്നിട്ട് ഹി സെഡ് ടു ഗോ ആൻഡ് വാഷ് ഹിസ് ഐസ് ഇൻ ദ പൂൾ ഓഫ് സൈലോം. ശീലോഹ കുളത്തിൽ പോയി അവന്റെ കണ്ണുകളെ കഴുകാൻ പറഞ്ഞു. The man obeyed Jesus. He went directly to the pool and he washed and came back seeing. The people who had seen him earlier, his neighbors doubted him. അവർക്ക് സംശയം വന്നു. ഈ വ്യക്തി ഓൾറെഡി ഇവർ കാണുന്ന കാലം മുതൽ he was blind. Now how come he was able to see? There was great argument about Jesus and the man was brought to the Pharisees. യേശു അപ്പം ചിലർ പറഞ്ഞു യേശുവാണ് സൗഖ്യമാക്കിയത്, യേശു അല്ല സൗഖ്യമാക്കിയത്. അങ്ങനെ ഒരുപാട് ഒരു ആർഗ്യുമെന്റ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വ്യക്തിയെ ഫാരിസീസിന്റെ അല്ലെങ്കിൽ മജീഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആൻഡ് they some claim that Jesus was not from the this was not done from God, but because Sabbath day ഇങ്ങനെ ഒരു ഹീലിംഗ് നടക്കാൻ പാടില്ല. They were not allowed to do anything on the Sabbath day. So he was not from the God as he had done this miracle on a Sabbath day. And some said that he was a sinner, so he couldn't do any miracles. അങ്ങനെ ഒരു വലിയൊരു ആർഗ്യുമെന്റ് അവിടെ നടന്നു. And now
the Pharisees asked the person, as the man, how did you get healed? What did really happen to you? So he said the whole story, what had happened. He met Jesus, he met a man named Jesus, and what Jesus did, everything he explained to him. And then last they asked, who do you think he was? So he replied, the man who has healed me is a prophet. So he boldly announced that he is a prophet. Now the Jews were not convinced about this, and what they did is they took him to his parents. So the parents were really afraid to admit that what had happened. They knew that he was blind, and now they knew that he was able to see. അവർക്കറിയാമായിരുന്നു അവരുടെ മകൻ ജനിച്ചത് ബ്ലൈൻഡ് ആയിട്ടാണെന്നും ഇപ്പോൾ കാണാൻ പറ്റും. പക്ഷെ they were really afraid of the Jews because they were afraid that they would be thrown out of the synagogue. So അവരതൊന്നും പറഞ്ഞില്ല. And now again the Jews asked the man, what did really happen to you? Can you explain it once more? So what he said is, why do you go on asking me the same thing? I did explain to you so many times about what had happened to me. Now why are you asking it again and again? Do you want to become his disciples? നിങ്ങൾക്ക് അവന്റെ ശിഷ്യന്മാരാകുവാനായിട്ടാണോ നിങ്ങൾ ഇത് എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? So this made the Jews very furious, and what they did is they threw him out of the synagogue. Now the Pharisees became very furious at him, and they threw him out of the synagogue. Jesus now saw him and asked him, do you believe in the Son of Man? He did not know who Jesus was, and Jesus revealed himself as the Son of Man, and this blind man who was healed believed in Jesus and worshipped him. Now we see that Lord Jesus is the light of the world, and he came into the world so that we could be set free from the spiritual blindness. Now we see two types of people here. The blind man could not see physically, and when Jesus healed him, he believed in Jesus, and now he could see physically and spiritually. But the Pharisees was able to see physically. They had their physical eyes open, but they did not believe in Jesus, so they were spiritually blind. In this passage, or in this Bible reading, we can see that God uses our sufferings to reveal his glory. Jesus used the man's blindness to show that he can do miracles. What is the difference between the attitude of the blind man and the Pharisees? എന്താണ് ഈ ബ്ലൈൻഡ് മാൻ്റെയും ഫാരിസീസിനെയും തമ്മിലുള്ള മനോഭാവത്തിന്റെ വ്യത്യാസം? നമ്മൾ 3 കാര്യങ്ങൾ അവിടെ കാണുന്നത്. ഫസ്റ്റ് തിങ്, the blind man testified in front of all the people that Jesus is a prophet. The Pharisees were well versed with the scriptures and the laws, everything, and they knew who God was. എല്ലാം അവർക്കറിയായിരുന്നു. പക്ഷെ the blind man knew nothing about these things. പക്ഷെ he was very bold enough, and he boldly testified. Second thing, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, see, whatever Jesus do in your life, ചെറിയ കാര്യങ്ങളായിരിക്കാം. അതായത് you might have got good marks in the exams when you pray, or small healings you might have received small healings, or Jesus might have answered your small prayers or small requests. Whatever it may be, whatever big or small it may be, you try to boldly testify to your friends. ധൈര്യമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ നോക്കുക. അങ്ങനെ നമുക്ക് ജീസസിനെ അവരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് അവരോട് ജീസസിനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. So you try to testify Jesus with all your friends. Secondly, the Pharisees had so much knowledge about the scriptures and God, and they depended on themselves. അവരുടെ ആ ഒരു സ്വന്തം അണ്ടർസ്റ്റാൻഡിങ്, ദേ ഡിപ്പെൻഡഡ് ഓൺ ദിയർ അണ്ടർസ്റ്റാൻഡിങ്. അവരുടെ ബുദ്ധിയിലും ജ്ഞാനത്തിലുമാണ് അവർ ഡിപ്പെൻഡ് ചെയ്തത്. ദേ ഡിഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഗോഡ്, ബട്ട് ദേ ലീൻഡ് ഓൺ ദിയർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. ദൈവം എന്താ പറയുന്നത്? വെൻ യു ലുക്ക് അറ്റ് മീ വിത്ത് ഓൾ യുവർ ഹാർട്ട് യു വിൽ ഫൈൻഡ് മീ. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താം എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമ്മൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലോ നമ്മുടെ കഴിവിലോ അല്ല നമ്മൾ ഡിപ്പെൻഡ് കംപ്ലീറ്റ്ലി ഓൺ ഗോഡ്. Third thing is, the blind man choose to leave the darkness or spiritual darkness and put faith in the light which was in front of him. When he knew that Jesus is the Son of Man, he believed in him. He put faith in him. അങ്ങനെ വന്നപ്പോൾ his spiritual darkness was taken away. So
ഈ 3 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം. ആൻഡ് ഇൻ ദിസ് memory verses, John 9:25. He replied, "Whether he is a sinner or not, I do not know. One thing I do know, I was blind, now I see." നമുക്കിനി ഒരു ചെറിയൊരു ക്രാഫ്റ്റ് ചെയ്യാം. ഇന്ന് പഠിച്ചിരിക്കുന്ന വേഴ്സസ് വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. നമ്മളൊരു ഫുൾ സ്കാപ്പ് പേപ്പർ എടുക്കുക. ഇങ്ങനെ നല്ല ഒരു കളർ പേപ്പർ ആണെങ്കിൽ ആ കളർ പേപ്പർ നിങ്ങൾ എടുത്താൽ മതി. എന്നിട്ട് അതിങ്ങനെ ഫോൾഡ് ചെയ്യുക, രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു സൈഡിൽ നിങ്ങൾ ഇത്രയും കട്ട് ചെയ്യാം. ഇങ്ങനെ ഇരിക്കണം പേപ്പർ, ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എഴുതേണ്ടത് മിറക്കിൾസ് ഓഫ് ജീസസ്. ഇന്നത്തെ മിറക്കിൾ ഏതാ നമ്മൾ പഠിച്ചത്? ജീസസ് ഹീൽസ് എ മാൻ ബോൺ ബ്ലൈൻഡ് അല്ലെ? അതിവിടെ എഴുതുക. മിറക്കിൾസ് ഓഫ് ജീസസ്, ജീസസ് ഹീൽസ് എ മാൻ ബോൺ ബ്ലൈൻഡ്. അത് കഴിഞ്ഞ് നമ്മളിത് തുറക്കുമ്പം ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താ? ബൈബിൾ പാസേജ്. ഇന്ന് നമ്മൾ ഏത് ബൈബിൾ പാസേജാണ് നമ്മൾ റീഡ് ചെയ്തത്? ജോൺ 9:1-38. അത് നമ്മളിവിടെ എഴുതുക. ഡിഫറെന്റ് കളേഴ്സ് വെച്ച് എഴുതിക്കോ. ആൻഡ് ഇതിപ്പോ ഇങ്ങനെ എഴുതിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കീവേഴ്സ് എഴുതുക. കീവേഴ്സ് എന്തായിരുന്നു? ജോൺ 9:25. ആ കീവേഴ്സ് നിങ്ങൾ ഇവിടെ എഴുതാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പഠിച്ചതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? ആരൊക്കെയായിരുന്നു മെയിൻ ക്യാരക്ടേഴ്സ്? ജീസസ്, പിന്നെ ദ ഡിസൈപ്പിൾസ്, പിന്നെ ദ മാൻ ബോൺ ബ്ലൈൻഡ്. ഇതെല്ലായിരുന്നു 3 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നത്, മെയിൻ ക്യാരക്ടേഴ്സ്. അത് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്തെഴുതാം. അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന ഒരു ഒരു മെസ്സേജ് ഉണ്ട്, വേർഡ്സ് ടു ലിവ് ബൈ. നമ്മൾ ഒരു ചെറിയ ഒരു 2 കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ഗോഡ് വർക്ക്സ് ഇൻ യു ആൻഡ് യുവർ വർക്ക്സ് ഇൻ അതേഴ്സ്. ദൈവം നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആ പ്രവൃത്തി എവിടെ കാണിക്കേണ്ടത്? മറ്റുള്ളവരിലേക്ക് കാണിക്കണം അല്ലേ? when God works in you and your work is in others. ഇതൊരു ചെറിയ ക്രാഫ്റ്റ്. എന്നിട്ട് നമ്മളിതിങ്ങനെ മടക്കുമ്പോൾ നമുക്ക് കണ്ടാം മിറക്കിൾസ് ഓഫ് ജീസസ്. ഓക്കെ, താങ്ക് യു.